കരുവാരകുണ്ടിൽ നിന്ന് വിശ്വത്തോളം ഉയർന്ന, കരുവാരകുണ്ടിനെ വിശ്വത്തോളം ഉയർത്തിയ ഡോക്ടർ ഷമീർ ബാബുവാണ് ഇന്ന് കെ ന്യൂസിനൊപ്പം. നമസ്കാരം. കരുവാരകുണ്ടിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോകുന്ന ഒരു വേദിയിൽ എത്തി നിൽക്കുകയാണ് താങ്കൾ. എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പാത സ്വീകരിക്കാനുള്ള പ്രചോദനമുണ്ടായത്? അതുമുതൽ എത്തി നിൽക്കുന്നത് വരെ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, സ്വന്തം നാട്ടിൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത്, നമ്മൾ കുറേ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, നാഷണൽ ഇവൻറ്റ്സ്, കുറേ മീഡിയാസ്, ഇൻ്റർവ്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് സ്വന്തം നാട്ടിൽ, സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജേണി അത് എക്സ്പ്രസ് ചെയ്യാനൊരു അവസരം കിട്ടിയത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കെ ന്യൂസിന് താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ട് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5ാം തരത്തിൽ പഠിക്കുന്നു. നമ്മൾ ചെന്ന് സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അവിടെ ഒരു ഫോം തരുന്നു. സ്കൗട്ടിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോം തരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കതിനെക്കുറിച്ച് അതിൻ്റെ മുന്നേ യാതൊരു ഐഡിയ ഇല്ല, എന്താണ് സ്കൗട്ടിങ്, എങ്ങനെയാണ് സ്കൗട്ടിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ് ടീച്ചർ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചേരാമെന്നുള്ള പ്രകാരം പണ്ട് തൊട്ടേ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഫോമിൽ ഒപ്പിടുന്നു, ആ ഫോമിൽ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കുന്നു, സ്കൗട്ടിൽ ചേരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ യൂണിഫോമിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ യൂണിഫോം എടുക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് ആ യൂണിഫോം കിട്ടി. ആ യൂണിഫോം ശരീരത്തിലിട്ടിട്ട് എനിക്കൊരു സൈക്കിളാണ് സ്കൂളിൽ പോകാനുള്ളത്. അപ്പോൾ ഞാൻ ആ സൈക്കിളിൽ കരുവാരകുണ്ട് അങ്ങാടി കൂടെ സൈക്കിളിൽ പോകുമ്പോൾ എല്ലാവരും യൂണിഫോമിലേക്കാണ് നോക്കണത്. ഇങ്ങനെ അപ്പം ക്യാപ്പ് ഉണ്ട്, ക്യാപ്പ് ബാഡ്ജ് ഉണ്ട്, ബെൽറ്റ് എല്ലാം ഉണ്ട്. അത് ഇട്ടിട്ട് ഞങ്ങൾ ആ കരുവാരകുണ്ട് അങ്ങാടി കൂടെ ഞാൻ ആ സ്കൗട്ടിൽ സൈക്കിളിൽ പോകുമ്പോൾ ആളുകളൊക്കെ നമ്മൾ നോക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംതിങ് ഡിഫറെൻറ്റ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒരു സംഭവം ഇതിനുണ്ട്, ആളുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തോ വ്യത്യസ്തതയുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു സംഭവമുണ്ട്. അങ്ങനെ അത് സ്കൂളിൽ പോകുന്നു, നമ്മൾ സ്കൗട്ടിൽ ജോയിൻ ചെയ്യുന്നു. നമ്മളെ കൂടെ അന്ന് 32 പേര് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്രൂപ്പായിട്ട്. ഇതിലൊരു പെട്രോൾ സിസ്റ്റമാണ്, 7 കുട്ടികൾ മുതൽ 9 കുട്ടികളുടെ പെട്രോൾ, അങ്ങനെ 4 പെട്രോൾ കൂട്ടി കഴിഞ്ഞാൽ 32 പേരുടെ ട്രൂപ്പ്, അങ്ങനെയാണ് ഉണ്ടാവും. അപ്പോൾ കരുവാരകുണ്ട് സ്കൂളിന് 29 MLP ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ എൻ്റെ ഗുരു, എൻ്റെ സ്കൗട്ടിലെ മെൻറ്റർ അബ്ദുറഹ്മാൻ മാഷാണ്, നമ്മളെ തൂരുള്ള ഇപ്പോൾ റിട്ടയറായ കരുവാരകുണ്ട് സ്കൂളിലെ മാഷ്. അപ്പോൾ അങ്ങനെ മാഷ ആദ്യമായിട്ടും പരിചയപ്പെടുന്നു. എൻ്റെ ക്ലാസ് സാറല്ല, സാറ് സ്കൗട്ടിൻ്റെ മാഷാണ്. അപ്പോൾ സാറെ പരിചയപ്പെടുന്നു. നമ്മൾ സ്കൂളിൽ പരിപാടികൾ നടക്കുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടു കാണും, സ്കൂളിലൊരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് സ്കൗട്ട്സാണ് അത് നിയന്ത്രിക്കുക. പൊതുവേ കട്ടൻ്റെ അവിടെ ഉണ്ടാവും, ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ ഉണ്ടാവും. ഈ കുട്ടികൾ 2 ലൈനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് നടുവിൽ ഞങ്ങൾ അവരെ കുട്ടികളെ അച്ചക്കടത്തോടെ എത്തിക്കാൻ വേണ്ടി ഒരു വടിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ അന്ന് അതിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതായത് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മളത് യൂണിഫോം ഇട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നടക്കുക എന്നുള്ളത്. പതിയെ ഇൻട്രസ്റ്റ് എന്ന് മാറിയിട്ട് അതിൻ്റെ ഒരു പാഷനായിട്ട് മാറുകയാണ്. ഇങ്ങനെ സ്കൗട്ടിങ്ങിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനവിടെ പോകും. അതായത് സ്കൂളിലായിക്കോട്ടെ, അന്നൊക്കെ സബ് ജില്ലയിലാണ് ആദ്യമായിട്ട് പോകുക. നമ്മൾ ആദ്യം വണ്ടൂർ സബ് ജില്ല പോയി. പിന്നെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പെട്രോൾ സിസ്റ്റമാണ്, 9 കുട്ടികളുള്ളൊരു പെട്രോൾ. അപ്പോൾ പിന്നെ ഈ സ്കൗട്ടിൽ നിന്ന് തന്നെ മാഷ് പെട്രോളിൻ്റെ ലീഡറാക്കി, 9 കുട്ടികളെ ലീഡറാക്കി. അങ്ങനെ ഞാൻ പെട്രോൾ ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് മഞ്ചേരിയിൽ പെട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ്ങിന് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാഷന് തിരിച്ചു വന്നിട്ട് എൻ്റെ മാഷ് എന്ത് ചെയ്തു, എന്നെ ട്രൂപ്പിൻ്റെ ലീഡറാക്കി, കരുവാരകുണ്ട് സ്കൂളിൻ്റെ സ്കൗട്ടിൻ്റെ ട്രൂപ്പ് ലീഡറാക്കി. അത് കഴിഞ്ഞ ശേഷം ട്രൂപ്പ് ലീഡർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തിരുവൂരിൽ പോയി. അങ്ങനെ കരുവാരകുണ്ട് സ്കൂളിൻ്റെ ട്രൂപ്പിൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നു, ട്രൂപ്പ് ലീഡറാണ്. അതോടുകൂടി ഈ പാഷൻ എൻ്റെ തലയ്ക്ക് പിടിച്ചു. അതായത് സ്കൗട്ടിങ് സംതിങ് എൽസ്. അതായത് നമ്മളിപ്പോൾ മഞ്ചേരി പോകുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് കരുവാരകുണ്ടുകാരല്ല, മഞ്ചേരിയിൽ നിന്ന് വരുന്ന പല മേഖലയിൽ നിന്ന് കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഏകദേശം മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഫ്രണ്ട്സ് അന്നുണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ട്രൂപ്പ് ലീഡർ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ ആ ട്രൂപ്പിൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സും നമ്മളെ സർക്കിളും നമ്മളെ വിഷനും ഒക്കെ പിന്നെയും വലുതാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാഷനായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തുന്നതോട് കൂടിയിട്ട് ഞാനൊരു ഫുള്ളി സ്കൗട്ട്, അതായത് സ്കൗട്ടിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ആദ്യം സാർ എന്നെ ചൂസ് ചെയ്യുക. കാരണം എനിക്ക് അത്രത്തോളം സ്കൗട്ട് ഒരു പാഷനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഈ സ്കൗട്ടിൽ കുറേ ക്യാമ്പുകൾ ഉണ്ടാവും. നമ്മളെ ജില്ലാ ക്യാമ്പുകൾ ഉണ്ടാവും, സംസ്ഥാന ക്യാമ്പുകൾ ഉണ്ടാവും, നാഷണൽ ക്യാമ്പുകൾ ഉണ്ടാവും. പക്ഷെ അന്നൊന്നും ഇൻ്റർനാഷണൽ സ്കൗട്ടിങ് എന്താണെന്ന് എനിക്കും അറിയില്ല. ഒരു പക്ഷേ ഇവിടെ ആർക്കും അന്ന് അത്ര നിശ്ചയമല്ല സ്കൗട്ട് ഇന്ത്യൻ്റെ പുറത്ത് എന്താണെന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കേരള ക്യാമ്പുരി ഉണ്ടായിരുന്നു, സ്റ്റേറ്റിൻ്റെ കേരള സംസ്ഥാനം നടത്തുന്നത്. അത് തിരൂർ വെച്ചിട്ടൊരു ക്യാമ്പുരിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷമാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേറ്റിൻ്റെ പുറത്ത് ഒരു പ്രോഗ്രാമിന് പോണത്. അത് കുർദിലായിരുന്നു, ഒഡീസയിൽ വെച്ചിട്ടായിരുന്നു ആ ക്യാമ്പ്. 13ാമത്തെ നാഷണൽ ജംപുരി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇനാഗ്രേറ്റ് ചെയ്ത്. അത് 2 ക്യാമ്പായിരുന്നു. ഒരു നാഷണൽ ജംപുരി ആയിരുന്നു
മൂന്നാമത്തെ സാർക്ക് ജംബൂരിയാണ്. അപ്പോൾ സാർക്ക് രാജ്യങ്ങളും നമ്മളെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും പങ്കെടുത്തൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അതിൽ മലപ്പുറത്തിൻ്റെ ലീഡറായിട്ടാണ് ഞാൻ പോണത്. അതായത് ഞാൻ സ്കൂളും വിട്ട് പിന്നെ ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ ലീഡറായിട്ട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ലീഡറായിട്ടാണ് ഞാൻ ആ ക്യാമ്പിന് പോണത്. അപ്പം നമ്മളെ കേരളത്തിൽ എല്ലാവരും ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്കൗട്ടിങ് എൻ്റെയൊക്കെ കൺസെപ്റ്റിൻ്റെ എത്രയോ വലുതായിരുന്നു. കാരണം ഏകദേശം 10-25 കുട്ടികൾ പങ്കെടുക്കുന്നൊരു ക്യാമ്പ്, അത് ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്ന് വരുന്നു. അതിൻ്റെ പുറത്ത് സാർക്ക് രാജ്യങ്ങളിൽ നിന്നും കുട്ടികളും ടീച്ചേഴ്സും പങ്കെടുക്കുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ തൊട്ടിപ്പുറത്തെ, ഞാനിപ്പോഴും ഓർക്കും, എൻ്റെ തൊട്ടിപ്പുറത്തെ ടെൻറ്റ് പഞ്ചാബികളായിരുന്നു. അപ്പോൾ അതൊരു നല്ല ചൂടുള്ള സമയത്താണ് ആ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ പഞ്ചാബികൾ നമുക്ക് ഫുഡ്, നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, നമുക്ക് അന്ന് ഹിന്ദി അത്ര അറിയില്ലല്ലോ. പക്ഷേ അവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല. സ്കൗട്ട് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനൊരു രാജ്യത്തിൻ്റെ ഹെഡാണ്, ഇപ്പോൾ ഞാൻ സൗദിൻ്റെ ചീഫ് കമ്മീഷണറാണ്. എനിക്ക് ഒരു സ്കാർഫ് ഉണ്ട്, പർപ്പിൾ കളർ. അത് എല്ലാ കുട്ടികൾക്കും സ്കാർഫ് ഉണ്ടാവും. ലോകത്തിൽ എവിടെ പോയാലും നിങ്ങളൊരു സ്കൗട്ടിനെ കാണാൻ അവളുടെ തോളിൽ ഒരു സ്കാർഫ് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഞങ്ങൾ ഐഡൻറ്റിറ്റിയാണ്. യൂണിഫോം അല്ല ഞങ്ങൾ ഐഡൻറ്റിറ്റി, സ്കാർഫാണ് ഞങ്ങൾ ഐഡൻറ്റിറ്റി. അന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് ഇത്. ജസ്റ്റ് ഒരു സ്കാർഫ് മതി ലോകത്തിൽ എവിടെയും ഒരു സ്കൗട്ടിന് സഞ്ചരിക്കാം. കാരണം സ്കാർഫ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ വന്ന് ചോദിക്കും, ആരെയും സ്കൗട്ട് എന്ന് ചോദിക്കും, നീ ഒരു സ്കൗട്ടാണെന്ന് ചോദിക്കും. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ യൂണിഫോം ഒരു ഡെക്കോറം മാത്രമാണ്, മറ്റേതാണ് ഒറിജിനലി ഒരു സ്കൗട്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ വരുന്നു. ഞാൻ കരുവാരണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് രാജ്യപുരസ്കാർ ടെസ്റ്റ് ചെയ്യുന്നു. രാജ്യപുരസ്കാർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൗട്ടിന് ഒരു സ്റ്റേറ്റിൽ കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. അത് നമ്മളെ സ്റ്റേറ്റിൻ്റെ ഗവർണറാണ് ആ സർട്ടിഫിക്കറ്റ് തരുന്നത്, ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ. അതിനുശേഷമാണ് ഒരു സ്കൗട്ടിന് ഒരു രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ്, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തരുന്നത്, ഇന്ത്യൻ പ്രസിഡന്റ് വരുന്ന സർട്ടിഫിക്കറ്റ്. സ്കൂളിൽ നിന്നാണ് ഈ ക്യാമ്പുകൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കൗട്ടിൽ തന്നെ നമുക്ക് 6 സ്റ്റേജുകളുള്ളത്: പ്രവേശ്, പ്രഥം സോപാൻ, ദ്വിതീയ സോപാൻ, തൃതീയ സോപാൻ, രാജ്യ പുരസ്കാർ ആൻഡ് രാഷ്ട്രപതി സ്കൗട്ട്. ഇങ്ങനെ 6 സ്റ്റേജുകളാണ്. അപ്പോൾ ഈ 6 സ്റ്റേജും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലാണ്. ഒരു സ്കൗട്ടിൻ്റെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് പൊതുവേ സ്കൗട്ട് 4 വിഭാഗങ്ങളായിട്ടാണ്. ഒന്ന് കപ്സ് ആൻഡ് ബുൾബുൾസ്, അത് നമ്മൾ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ. അതിൻ്റെ മുന്നേ 3 to 5 വരെ ബണ്ണീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രീ KG കുട്ടികളുണ്ട്. പിന്നെ 5 തൊട്ടിട്ട് 10 വയസ്സ് വരെ കപ്സ് ആൻഡ് ബുൾബുൾസ്, ആൺകുട്ടികൾ കപ്പും പെൺകുട്ടികൾ ബുൾബുളും. പിന്നെ വരുന്നതാണ് എല്ലാവരും കോമൺ ആയിട്ട് അറിയുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. അതാണ് 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ സ്കൗട്ട്സും ഗൈഡ്സും ആയിരിക്കും. 18 വയസ്സ് കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന കുട്ടികളാണ് റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ്. അതായത് ആൺകുട്ടികൾ റോവേഴ്സ്, പെൺകുട്ടികൾ റേഞ്ചേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 വർഷം സർവീസ് റോവേഴ്സ് എന്ന് പറയും, നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് നമ്മൾ അഡൽട്ട് കോഴ്സുകൾക്കും കമ്മീഷണർ കോഴ്സുകൾക്കൊക്കെ അപ്ഗ്രേഡഡ് ആയിട്ട് പോണത്. അപ്പോൾ നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ രാജ്യ പുരസ്കാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് ടെസ്റ്റ് എഴുതുന്നത്. അത് ഗവർണർ ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് സ്റ്റേറ്റ് ആണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തരുന്നത്. അത് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അതേ സമയത്ത് തന്നെ അത് കഴിഞ്ഞ് ഒരു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ്, ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് ആംബുലൻസ് മാൻ ബാഡ്ജ് എന്നായിട്ടൊരു സ്പെസിഫിക് ബാഡ്ജ് ഉണ്ട്. അതായത് നമുക്കൊരു പെട്ടെന്നൊരു അത്യാഹിതം നമ്മൾ മുന്നിൽ നടക്കണം. അപ്പോൾ അതിന് കൊടുക്കേണ്ട അന്ന് CPR ഇല്ല, അന്ന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ, ആ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചിട്ട് 12 ഫസ്റ്റ് എയ്ഡുകളുണ്ട്. അത് ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ക്രോസ് റെഡിൽ ഒരു ആംബുലൻസ് മാൻ ബാഡ്ജ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രീ ടെസ്റ്റ് എഴുതും. പ്രീ ടെസ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ രാഷ്ട്രപതി സ്കൗട്ട് അവാർഡിനായി. ഇത്രയും ടെസ്റ്റുകൾ നടക്കുന്നത്, ഇത്രയും അവാർഡുകൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ, 5 വയസ്സ് മുതൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണ്ടിന്യൂ ആയിട്ട് സ്കൗട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമുള്ള ഒരു കുട്ടിക്ക് പ്രസിഡന്റ് അവാർഡ് നമ്മൾ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് കിട്ടുള്ളൂ. കാരണം ഇത്രയും ഒരു കാറ്റഗറി പ്രവേശ് കഴിഞ്ഞ് 6 മാസം കഴിയും പ്രഥം സോപാൻ, അത് കഴിഞ്ഞ് 8 മാസം കഴിയും. പിന്നെ എല്ലാ ടെസ്റ്റുകൾക്കും 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ പോയി കഴിഞ്ഞൊരു കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടും. അതൊരു ഈസി അവാർഡല്ല, അറിയാലോ, ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് അവാർഡാണ്. നമ്മൾ സ്റ്റേറ്റിൻ്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ രാജ്യ പുരസ്കാർ സ്റ്റേറ്റിൽ ഒതുങ്ങണതാണ്, സ്റ്റേറ്റിലെല്ലാ ജില്ലയിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ പ്രസിഡൻഷ്യൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലാണ്. ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരെ പ്രീ ടെസ്റ്റ് നടത്തും. അതിൽ നിന്ന് വിജയിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് പ്രസിഡൻഷ്യൽ അവാർഡ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് നമ്മൾ ഡിഗ്രിക്ക് പെരിന്തൽമണ്ണയിലും IT ചെയ്തത് കോട്ടയത്തുമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോയപ്പോൾ നമുക്ക് ഇത് തുറന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ലാതെ സാധിച്ചോ? അതിനെക്കുറിച്ചുകൂടി ഒന്ന്. അതെ, അത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പാഷനേറ്റ് സ്കൗട്ടാണ്. അതൊരു കോർ സ്കൗട്ടാണ്. നമ്മൾ സ്കൗട്ടിങ് മാത്രം ഒരു വിഷയം വെച്ച് പോകണമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പോസിബിലിറ്റി അവിടെ ചെല്ലുമ്പോൾ ആദ്യം അന്വേഷിച്ച് ഇവിടെ സ്കൗട്ടിംഗ് ഉണ്ടോയെന്നാണ്. ഞാൻ കോട്ടയത്ത് പഠിക്കാൻ പോയപ്പോഴും ഞാൻ ആദ്യം അന്വേഷിച്ച് അവിടെ സ്കൗട്ടിംഗ് ഉണ്ടോയെന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ റോവർ ആയാൽ സെക്കൻഡ് സ്റ്റേജിലുള്ളത്, സ്കൗട്ടിംഗ് പ്രസിഡന്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജിൽ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എല്ലാ സ്കൂളിലും സ്കൗട്ടിംഗ് ഉണ്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ സ്കൂളിലും അവിടെ മിക്കവാറും കോട്ടയം, പാമ്പാടി, പള്ളിക്കത്തോട്, പിന്നെ അതേപോലെ മുണ്ടക്കയം ആ ഏരിയയിലുള്ള ഒരുപാട് സ്കൂളുകളിൽ സ്കൗട്ടിംഗ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്, പ്രോഗ്രാമിനും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാനൊരു നിപുൺ റോവറാണ്. റോവറിലെ സെക്കൻഡ് ഹയസ്റ്റ് പോസ്റ്റാണ് നിപുൺ റോവർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നേടിയ സമയമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഞാൻ വളരെ സജീവമായിട്ട് എല്ലാ മേഖലകളിലും സ്കൗട്ടിൻ്റെ പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ട്.
സൗദി അറേബ്യയിലേക്കാണല്ലോ ഇവിടുന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത്. അതെ. അവിടെ ചെന്നപ്പോഴും സ്കൗട്ടിന് എങ്ങനെയാണ് അവിടെ സ്കൗട്ടിൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടിയത്? ഞാൻ ആദ്യമായിട്ട് ചെന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാദർ അവിടെ ജോലി ചെയ്യുന്നത്, കുറേ വർഷങ്ങളായിട്ട് ഫാദർ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സൗദിയിലെത്തുന്നത്. അപ്പോൾ ഇവിടെ പൊതുവേ ഞാൻ കുറേ ജോലികളൊക്കെ അന്വേഷിച്ചു. പിന്നെ അന്നത്തെ ഒരു ട്രെൻഡും അന്നത്തെ ഒരു പോസിബിലിറ്റിയും പുറത്തായത് കാരണമാണ് നമ്മൾ പുറത്തു പോയത്. അവിടെ ഞാൻ ചെല്ലുന്നു. അവിടെ ആദ്യത്തെ ഒരു വർഷം ഞാനിത് കുറേ അന്വേഷിച്ചു നടന്നു, ഇവിടെ സ്കൗട്ട്സ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് സൗദി അറേബ്യൻ സ്കൂളുകളിൽ സ്കൗട്ട് ഇല്ല, വളരെ റെമ്യൂണറായ കുറച്ച് ആൾക്കാർ മാത്രമേ സ്കൗട്ടിങ്ങിലുള്ളൂ. പിന്നെ അതിനുശേഷമാണ് അന്നത്തെ ചീഫ് കമ്മീഷണർ ഉണ്ട് ഞങ്ങളെ അവിടുത്തെ, മിസ്റ്റർ ലായിഖ് അലി ഐദ്രോസ്, തൃശ്ശൂർക്കാരനാണ്. പുള്ളി എനിക്കൊരു കോൺടാക്ട് കിട്ടാണ്. അവിടെ ഇങ്ങനെ സൗദിൻ്റെ ചീഫ് കമ്മീഷണറായിട്ടൊരു മലയാളി ഉണ്ട്, ആളാണ് ഇതിൻ്റെ ഹെഡ് എന്നുള്ളത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് അവന് ഡീറ്റെയിൽ അയച്ചു തന്നു. ഡൽഹിയിൽ നമുക്ക് അപ്പോഴത്തേക്ക് കുറേ കോൺടാക്ട്സും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഡീറ്റെയിൽ അയച്ചു തന്നു, ഇതാണ് സൗദിയുടെ ചീഫ് കമ്മീഷണർ, നിങ്ങൾ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പുള്ളിനെ കോൺടാക്ട് ചെയ്യുന്നു. പുള്ളി അപ്പോൾ ഭയങ്കര എൻ്റെ പോലെ തന്നെ ഒരു കോർ സ്കൗട്ടായിരുന്നു. പുള്ളി ഇതേപോലെ ചെറുപ്പത്തിൽ സ്കൗട്ടായി വന്ന് അങ്ങനെ അവിടെ എത്തി, അവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തൊരു ഇൻവെസ്റ്റർ ആയിരുന്നു. ആളപ്പോൾ സ്കൗട്ടിങ് അവിടെ സൗദിയിൽ ഇങ്ങനെ തുടങ്ങി, അതിന് പറ്റിയ ഒരാളെ തേടി നടക്കുകയാണ്. അങ്ങനെ ഇതേപോലെ ഒരു സ്കൗട്ടിങ് പ്രാന്തുള്ള ഒരാളെ നോക്കി നടക്കുമ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് പുള്ളിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു അന്ന്. അതിനുശേഷം ഞാൻ 2013 അതിന് മുന്നേ അസോസിയേറ്റ് ആയിട്ട് ക്യാമ്പുകൾക്കൊക്കെ പോയിരുന്നു. പക്ഷേ എൻ്റെ കമ്പനിയിൽ ഒരു ബഡ്ഡിങ് സ്റ്റേജ് ആയിരുന്നു. ഞാൻ ആ കമ്പനിയിൽ തുടങ്ങിയ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ എനിക്ക് ജോലിയിലുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയ സമയത്ത് 2013 തൊട്ടിട്ട് ആക്റ്റീവായിട്ട് സൗദിയിലുള്ള എല്ലാ ഇവൻറ്റിലും പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ സൗദിക്ക് നമുക്കൊരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ്റെ പുറത്തുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് സൗദി അറേബ്യനെ കണക്കൂട്ടുക. തമിഴ്നാട്, കർണാടക പോലെ ഇന്ത്യൻ്റെ പുറത്തുള്ള മറ്റൊരു സ്റ്റേറ്റ്. പക്ഷെ ഞങ്ങൾക്കൊരു രാജ്യം ആയതുകൊണ്ട് നമുക്കൊരു കൺട്രീൻ്റെ പ്രിവിലേജാണ് തരുന്നത്, വേറെ രാജ്യം എന്നുള്ള പ്രിവിലേജാണ് തരുന്നത്. അപ്പോൾ അത് കാരണം അവിടെയും ക്യാമ്പുകളും ഇവൻറ്റുകളൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ക്യാമ്പ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ ചെല്ലുന്നു, പുള്ളിനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും നമ്മളൊരു സെൻട്രൽ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ കൗൺസിലാണ്, സൗദി സ്കൗട്ട്സ് ജനറൽ കൗൺസിൽ. അപ്പോൾ ജനറൽ കൗൺസിൽ കൂടുന്നു. അവർ കൂടിയ ശേഷം ആദ്യമായിട്ട് ഡയറക്റ്റ്ലി എന്നെ സൗദി അറേബ്യയുടെ ഓർഗനൈസിങ് കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഈ സ്കൗട്ടിങ്ങിൻ്റെ ബഡ്ഡിങ് സ്റ്റേജാണ് സൗദി അറേബ്യയിൽ. അതിൻ്റെ മുന്നേ ഭയങ്കര ആക്റ്റീവ് സ്കൗട്ടിംഗ് ഒന്നും സൗദി അറേബ്യയിൽ ആയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാഷനും എൻ്റെ എക്സ്പീരിയൻസും എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്തിട്ടും അവിടെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്ന ആ സമയത്ത്. അങ്ങനെ ആദ്യമായിട്ട് 2017 ഇന്ത്യൻ്റെ പുറത്ത് ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ട്രൂപ്പിനെ ഞാൻ ഉണ്ടാക്കി അവിടെ. അതായത് 32 കുട്ടികൾക്ക് ഇന്ത്യൻ പ്രസിഡന്റിന് അവാർഡ് മേടിച്ചു കൊടുത്തു. അതിൻ്റെ മുന്നേ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് ആരും പ്രസിഡന്റ് സ്കൗട്ടുകളില്ല, ഒക്കെ ഇന്ത്യൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർഗനൈസിങ് കമ്മീഷണർ ആയ ശേഷം ട്രെയിൻ ചെയ്തിട്ടാണ് ഇന്ത്യൻ്റെ പുറത്ത് ആദ്യമായിട്ട് 32 കുട്ടികൾക്ക് പ്രസിഡന്റ് അവാർഡ് കിട്ടുന്നത് സ്കൗട്ട്സിനും ഗൈഡ്സിനായിട്ട്. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ക്യാമ്പുകളും ഇവൻറ്റ്സുകളൊക്കെ പോകാറുണ്ട്. അവിടുന്ന് നമ്മൾ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സുകൾ പോകാറുണ്ട്. ഇപ്പോൾ വേൾഡ് ജാമ്പൂരി ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കാണും. ഇപ്പം സ്കൂളുകളിലൊക്കെ നമ്മൾ ക്യാമ്പ് നടക്കും. അതേപോലെ തന്നെ നാഷണൽ ജാമ്പൂരി അപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടാവും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരിക. അതൊരു 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ വേൾഡ് ജാമ്പൂരി ഉണ്ട്. ലോകത്തിലെ 172 രാജ്യത്തു നിന്ന് 55,000 തൊട്ടിട്ട് 75,000 കുട്ടികൾ വരെ പങ്കെടുക്കുന്ന 12 ദിവസത്തെ ഇവൻ്റാണ് വേൾഡ് ജാമ്പൂരി. അതെല്ലാം 4 വർഷത്തിലാണ് നടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർഗനൈസിങ് കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ജപ്പാനിലേക്ക് വേൾഡ് ജാമ്പൂരിക്ക് കുട്ടികളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് ഞാനായിരുന്നു അന്ന് കണ്ടിജൻ ലീഡർ, ആ ഒരു കൺട്രിയുടെ ലീഡറായിട്ട്. എൻ്റെ ചീഫായിരുന്നു അന്ന് മിസ്റ്റർ ലായിഖ് അലി ഐദ്രോസ്. അതിനുശേഷം 2019 ആവുന്ന സമയത്ത് അയാളുടെ ടൈം കഴിഞ്ഞു. ആൾക്ക് 3 ടൈം ഉണ്ടാവും ഒരു ചീഫ് കമ്മീഷണർക്ക്. പുള്ളിയുടെ ടൈം കഴിഞ്ഞ് ആൾ പോകുന്നു. അപ്പോൾ ഒരു ഇൻ ടൈം ചീഫ് കമ്മീഷണറാണ് ഞാൻ 2019. അടുത്ത ആൾ വരുന്ന വരെയുള്ള ഒരു ഇൻ ടൈം ചീഫ് കമ്മീഷണർ. അങ്ങനെയായിരുന്നു ഞാൻ കൺട്രി ഹെഡായിട്ട് US-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു പിന്നെ നമ്മളെ 23ാമത്തെ വേൾഡ് ജാമ്പൂരി നടന്നത്. സൗദിയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പോകുന്നു. അതിനുശേഷം 2020 എന്നെ എലക്ട് ചെയ്യുന്നത്. ഇതൊരു എലക്റ്റഡ് പോസ്റ്റാണ്. അതായത് നാഷണലിൽ നിന്ന് ഡെപ്യൂട്ടിയും ഇന്ന ആളെ ചീഫ് കമ്മീഷണർ ആക്കണമെന്ന് പറയും. നമ്മളെല്ലാ ഇതുവരെയുള്ള സ്കൗട്ടിങ് കരിയറിൻ്റെ മൊത്തം ഒരു ഡാറ്റ ബേസ് അവരുണ്ടാക്കും. അത് നമ്മളെ ജനറൽ കൗൺസിൽ, ഞങ്ങൾ സുപ്രീം അതോറിറ്റിയാണ് ജനറൽ കൗൺസിൽ. അവിടെ ഈ ഡാറ്റ വെക്കും. അവിടെ ഒരു ഡിസ്കഷൻ വരും. അതായത് വേറെ ആരെങ്കിലും വേണോ അത് ഇയാൾ മതിയോ എന്നുള്ളത്. ആർക്ക് വേണമെങ്കിലും ഒപ്പോസ് ചെയ്യാം, നമ്മളെ പറ്റില്ല എന്ന് പറയാം. ഒരാൾ ഒപ്പോസ് ചെയ്താൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും. വീണ്ടും അടുത്ത ആളെ സജസ്റ്റ് ചെയ്യും. അതിലും ഒരാൾ ആയിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫോർച്യുനേറ്റ്ലി എൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ എൻ്റെ മൊത്തം സ്റ്റാഫുകളും മൊത്തം ജനറൽ കൗൺസിൽ യുനാനിമസ് ആയിട്ട് എന്നെ എലക്ട് ചെയ്യുന്നു. ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ 2022 ഡിസംബർ 3 സൗദി അറേബ്യയുടെ ചീഫ് കമ്മീഷണറായിട്ട് പിന്നെ സ്ഥാനം എടുക്കുന്നത്. അത് ഞാൻ സെക്കൻഡ് ചീഫ് കമ്മീഷണറാണ്. സൗദിയിൽ സ്കൗട്ടിങ് തുടങ്ങിയിട്ട് ആദ്യത്തെ ആൾ 3 ടൈം ഇരുന്നു. പിന്നെ വരുന്ന ആൾ ഞാനാണ്. അപ്പോൾ ഞങ്ങളുടെ മുന്നേ വേറെ ആളുകളൊന്നും അവിടെ ചീഫ് കമ്മീഷണേഴ്സ് ആയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്ന ജാമ്പൂരിയാണ് സൗത്ത് കൊറിയയിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ
പിന്നെ കഴിഞ്ഞ വർഷം 2023 വേൾഡ് ജാമ്പൂരി നടന്നത്. സൗദിയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പോയി സൗത്ത് കൊറിയയിൽ 22 ദിവസം ക്യാമ്പ് നടത്തി കുട്ടികളെ കൊണ്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ 2027 പിന്നെ പോളണ്ടിൽ ഞങ്ങൾ ജാമ്പൂരി നടക്കുന്നു, വേൾഡ് ജാമ്പൂരി. അതേപോലെ 2025 ജാനുവരിയിൽ ഓസ്ട്രേലിയയിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഫെബ്രുവരിയിൽ ശ്രീലങ്ക ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ തായ്വാനിൽ നിന്ന് ഞാനൊരു ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൗട്ടിങ് ആക്റ്റീവ്ലി സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ നല്ലൊരു പാർട്ടായിട്ട് ഒരു കരുവാരകുണ്ടുകാരനായിട്ട് അഭിമാനത്തോടെ പ്രവർത്തിച്ചും കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ 2 രീതിയിലാണ് സ്കൗട്ടിങ് ആക്ടിവിറ്റി നടക്കുന്നത്. ഒന്ന് ഇന്ത്യൻ സ്കൗട്ട്സിൻ്റെ ആക്ടിവിറ്റികൾ. അത് നമ്മളെ സ്കൗട്ടിങ് നടക്കുന്നത് ഇന്ത്യയിൽ 42, സൗദിയിൽ 42 ഇന്ത്യൻ സ്കൂളുകളാണുള്ളത്. ഈ 42-ൽ 38 സ്കൂളിലും സ്കൗട്ടിങ് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാം നടക്കും. പക്ഷേ അതിൻ്റെ ഒരു കോർ സപ്പോർട്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യൻ സ്കൗട്ട് അസോസിയേഷനാണ്. ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് സൗദി അറേബ്യതായ ഒരു സ്കൗട്ടിങ് സിസ്റ്റം ഉണ്ട്, അവർക്ക് അവരുടേതായ അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ രാജ്യത്തിനും അവരുടെ സ്കൗട്ടിങ് ഉണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാൻ സ്കൗട്ട് അസോസിയേഷൻ ഉണ്ട്, ബംഗ്ലാദേശിന് അവർക്കുണ്ട്, ബ്രിട്ടൻ അവർക്കുണ്ട്, US അവർക്കുണ്ട്, ജപ്പാൻ അവർക്കുണ്ട്, അതേപോലെ ഇന്തോനേഷ്യക്കുണ്ട്, അതേപോലെ ഇന്ത്യക്ക് ഇന്ത്യൻ സ്കൗട്ടിംഗ് ഉണ്ട്, അതേപോലെ സൗദി അറേബ്യക്ക് സൗദി അറേബ്യൻ സ്കൗട്ട് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 രാജ്യത്തിൻ്റെയും അപ്രൂവൽസാണ്. അത് ഇന്ത്യയിൽ നിന്നുള്ള അപ്രൂവൽ ഉണ്ട് അവിടെ സ്കൗട്ടിങ് നടത്താൻ, അതേപോലെ തന്നെ സൗദി അറേബ്യൻ സ്കൗട്ട് അസോസിയേഷൻ്റെ അപ്രൂവൽ ഉണ്ട് സൗദിയിൽ ഞങ്ങൾ ആക്ടിവിറ്റി നടത്താൻ. അപ്പോൾ ഞങ്ങളൊരു ഫോർച്യൂൺ എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര പാഷനേറ്റ് ആണ്. സൗദി അറേബ്യൻ സ്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടാണ്, ഇപ്പോൾ ഹജ്ജിൻ്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോഴൊക്കെ അറിയാം, ഹജ്ജിന് വളണ്ടിയേഴ്സായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സൗദി അറേബ്യൻ സ്കൗട്ടുകളാണ്. അവരെ യൂണിഫോമിൽ അവർ കുട്ടികളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹജ്ജിന് വളണ്ടിയേഴ്സായിട്ട് ഫുൾ ടൈം, ഇത് മീന മുസ്തലിഫ തൊട്ടിട്ട് ഹറം തൊട്ട് എല്ലാ ഏരിയയിലും ഹജ്ജിന് വളണ്ടിയേഴ്സായിട്ടുണ്ടാവും. അപ്പം നമ്മൾ തന്നെ ഡെപ്യൂട്ടഡ് ആയിട്ട് കുറച്ച് സെലക്റ്റീവ് കുട്ടികളെ ഹജ്ജ് വളണ്ടിയേഴ്സായിട്ട് വിടും. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള കാരണം നമ്മൾ കുട്ടികളെ വിട്ടിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ സ്ലോട്ട്. അല്ലെങ്കിൽ നമ്മളും ഹജ്ജ് വളണ്ടിയേഴ്സായിട്ട് കുട്ടികളെ പിന്നെ വിടാറുണ്ട് അതേപോലെ. പിന്നെ അതേപോലെ അവർ ഭയങ്കര പാഷനേറ്റാണ്. അവർ അവിടുത്തെ കിങ് ആണ് അവിടുത്തെ പാട്രൺ. ഇപ്പം അതേപോലെ തന്നെ അവരെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലുള്ള മിനിസ്റ്ററാണ് അവരുടെ പ്രസിഡൻറ്റ്. അപ്പോൾ പ്രസിഡൻ്റാണ് അവരുടെ മിനിസ്റ്ററും. അപ്പോൾ അവർക്ക് വളരെ ഈസിയാണ്, ഫണ്ടിങ്ങിന് ഇഷ്യൂസ് ഇല്ല. അതേപോലെ തന്നെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് സൗദി അറേബ്യൻ സ്കൗട്ട് അസോസിയേഷൻ. പ്രത്യേകിച്ച് ഞാൻ പറയല്ലോ, എനിക്ക് പേഴ്സണലായിട്ട് പറയണമെങ്കിൽ എൻ്റെ പാഷൻ കണ്ടതുകൊണ്ട് കൂടിയായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര സപ്പോർട്ടാണ് സൗദി അറേബ്യൻ സ്കൗട്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പം അങ്ങനെ 2018 അവിടുത്തെ ഒരു ഓഫീസറിന് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് എക്സലൻസ് അവാർഡ്. അതായത് നമ്മൾ ഇത്രയും വർഷത്തെ സർവീസ് കണക്കിലാക്കിയിട്ട് അവരൊരു എക്സലൻസ് അവാർഡ് തരും. അത് ഇഷ്യൂ ചെയ്യുന്നതും സൈൻ ചെയ്യുന്നതും വൈസ് പ്രസിഡന്റ് ഓഫ് സൗദി അറേബ്യൻ സ്കൗട്ട് അസോസിയേഷൻ്റെ ഡോക്ടർ അബ്ദുള്ള ബിൻ ഫഹദാണ്. അപ്പോൾ പുള്ളിയാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അതെനിക്ക് തന്നത് നമ്മുടെ അംബാസഡർ ഓഫ് ഇന്ത്യ ഉണ്ട്, ഓണറബിൾ അംബാസഡർ ഓഫ് ഇന്ത്യൻ്റെ സൗദി അറേബ്യത്തെ ഹിസ് എക്സലൻസി അഹമ്മദ് ജാവേദ് IPS. പുള്ളി 2018 എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് എക്സലൻസ് അവാർഡ് തരുന്നത്. അപ്പോൾ ഞാനൊരു സൗദി എക്സലൻസ് അവാർഡ് ഓർഡറും കൂടെയാണ്. അതേപോലെ തന്നെ വേൾഡിൽ ഞങ്ങൾ ഈ വേൾഡ് അച്ചീവേഴ്സിൻ്റെ ഒരു ഫോറം ഉണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യത്തും ആ രാജ്യത്ത് ഏറ്റവും ഹയസ്റ്റ് അവാർഡ് കിട്ടിയ ആൾക്കാർ സംഘടനയുണ്ട്, അറ്റാസ് എന്ന് പറയും, അസോസിയേഷൻ ഓഫ് ടോപ്പ് അച്ചീവേഴ്സ് സ്കൗട്ട്സ് ഇൻ ദ വേൾഡ്. ഞാൻ അറ്റാസ് മെമ്പറും കൂടെയാണ്. ഞാൻ അറ്റാസ് 2016 തൊട്ടിട്ട് അറ്റാസിൻ്റെ മെമ്പർ കൂടെയാണ്. അപ്പോൾ വേൾഡിൽ എന്ത് ഇവൻറ്റ് നടന്നാലും അവർ നമുക്ക് ഇൻവിറ്റേഷൻസ് അയക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗദി അറേബ്യയിൽ ഇതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെ കുട്ടികൾക്ക് ഇതിൽ ഒരു ബെനിഫിറ്റ് സൈഡും കൂടെ. അപ്പോൾ അതും കൂടെ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷേ സൗദി അറേബ്യനെ സംബന്ധിച്ച് ഒരു രാജ്യം കുറച്ച് റെസ്ട്രിക്റ്റഡ് കൺട്രിയാണ്. അപ്പോൾ അവിടെ കൂടുതലും കുട്ടികൾക്ക് ആക്ടിവിറ്റിക്കുള്ള സ്പേസ് ഉണ്ടാവില്ല, സ്കൂളിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഞങ്ങളുടെ റോള്. ഞങ്ങൾ കുട്ടികളെ പുറത്ത് ക്യാമ്പിന് കൊണ്ടുപോകും, കുട്ടികളെ ആക്ടിവിറ്റി കൊണ്ടുപോകും, അഡ്വഞ്ചർ ആക്ടിവിറ്റി കൊണ്ടുപോകും, ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കും, CPR പഠിപ്പിക്കും, ലൈഫ് സ്കില്ലിംഗ് പഠിപ്പിക്കും. പിന്നെ എന്താ പറയുക, കുക്കിംഗ് തൊട്ടിട്ട് അവരെ ലൗണ്ടറിങ് വരെ, ഒരു കുട്ടി എങ്ങനെ കുക്ക് ചെയ്യണം തൊട്ടിട്ട് അവർ ഡ്രസ്സ് വാഷ് ചെയ്യണം തൊട്ടിട്ട് ഒരു ലൈഫ് സ്കില്ല്, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ എന്തൊക്കെ ലൈഫിൽ വേണോ ആ സ്കില്ലുകൾ മൊത്തം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. അപ്പോൾ ഇതൊന്നും സ്കൂളിൻ്റെ ഉള്ളിൽ പ്രൊമൈസിൻ്റെ ഉള്ളിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റികൾ നമ്മൾ സൗദി അറേബ്യയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം 800 ചില്ലാൻ ക്യാമ്പുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു പുതിയ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളൊരു ഇതാണ് ഡോക്ടറേറ്റ് കിട്ടിയതിനെക്കുറിച്ച്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് അറിഞ്ഞു, അതിനെക്കുറിച്ച് കൂടി. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റിയാണ്, US ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ എല്ലാ വർഷവും ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട്, അതായത് മെഡിക്കൽ, അതേപോലെ തന്നെ സോഷ്യൽ സർവീസ്, എഡ്യൂക്കേഷൻ, എല്ലാ ഫീൽഡിലുള്ള സെലക്റ്റീവായ കുറച്ച് ആളുകൾക്ക് അവർ ഓണററി ഡോക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം അവരെ സർവീസ് കാറ്റഗറി സ്കൗട്ടിംഗ് ആണ്. ഓരോ വർഷം ഓരോ കാറ്റഗറി ആയിട്ടാണ് സർവീസ് അവർ ചൂസ് ചെയ്യുക. ഈ വർഷം അവർ സർവീസ് കാറ്റഗറി സ്കൗട്ടിംഗ് ആണ്. അപ്പോൾ സ്കൗട്ടിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ അവാർഡ്, ഈ ഓണററി ഡോക്ടറേറ്റ് അവർ കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, അപ്പോൾ നമ്മൾ ഒരു അസോസിയേഷനിൽ ഒരു ഓണററി ഡോക്ടറിനെ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അവർ അപ്രോച്ച് ചെയ്യുക ആ അസോസിയേഷൻ്റെ ഹെഡിനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കമ്മിറ്റീനായിരിക്കും. അങ്ങനെ അവർ ഡൽഹിയിൽ ഒരു ഇൻഫോം ചെയ്യണു, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാൻ പറയണു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളായിട്ട് ഒരു 10-17 വർഷം നിരന്തരം നമ്മളെ കോട്ടേഴ്സ് ഡൽഹിയായിട്ട് കോൺടാക്റ്റിലാണ്. അപ്പോൾ അവർക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെൻ്റെ പേര് അതിൻ്റെ ഇടയ്ക്ക് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരാളുണ്ട്, അതും ഇന്ത്യൻ്റെ പുറത്താണ്. അപ്പോൾ അതിനൊരു പോസിബിലിറ്റി അവർ നോക്കിയിരുന്നു. കാരണം ഇന്ത്യൻ്റെ ഉള്ളിലുള്ള ആളല്ല, ഇന്ത്യൻ്റെ പുറത്താണ്. പക്ഷേ ഞാനൊരു NRI ആണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അപ്പോൾ അവരെൻ്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഹ്യൂമൻ പ്രിസ് യൂണിവേഴ്സിറ്റി എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അവരെൻ്റെ ഒരു ബയോഡാറ്റ, ഫുള്ളായിട്ടുള്ള ബയോഡാറ്റ അല്ല, ഒരു ബയോഡാറ്റ എന്താണ് ഞാനെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അത് നമ്മൾ അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്ത ശേഷം പിന്നെ അവർ നാഷണലായിട്ട് ബന്ധപ്പെടുന്നു. എൻ്റെ ഫുൾ ബയോഡാറ്റ, ഞാൻ സ്കൗട്ടിങ് കാരിയർ തുടങ്ങിയ 92 തൊട്ടിട്ട് ഇതുവരെ അല്ലേ ലാസ്റ്റ് മൊമെൻറ്റ് വരെയുള്ള എൻ്റെ ഫുൾ ബയോഡാറ്റ, ഓൾമോസ്റ്റ് അതൊരു 140 പേജിൻ്റെ ഒരു ബയോഡാറ്റയാണ് എൻ്റെത്. അപ്പോൾ എൻ്റെ ബയോഡാറ്റ ഓരോ ക്യാമ്പ് കഴിയുമ്പോഴും അതിൻ്റെ സെക്രട്ടറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ക്യാമ്പ് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആ ബയോഡാറ്റയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഫുൾ ബയോഡാറ്റ നമ്മൾ അയച്ചു കൊടുക്കുന്നു. അവരത് സ്ക്രൂട്ടിനി ചെയ്യുന്നു. സ്ക്രൂട്ടിനി ചെയ്ത ശേഷം നമ്മൾ പോയ ക്യാമ്പുകൾ അവർ വെരിഫൈ ചെയ്യുന്നു. കാരണം ഇതൊരു അത്രയും സ്പെസിഫിക് ആയ ഒരു സാധനമാണല്ലോ, ഒരു ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ തമാശയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നമ്മൾ ഓരോ ക്യാമ്പിലും അവർ എൻക്വയറി ചെയ്യുന്നു, ഈ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഇവൻറ്റിൽ ഞാൻ അവിടെ ഗസ്റ്റായിരുന്നു. അതൊക്കെ അവർ സ്പെസി ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം അതിൻ്റെ പ്രോസസ്സ് ഉണ്ട് ഈ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വെരിഫൈ ചെയ്ത ശേഷം നമുക്കൊരു ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരും, നിങ്ങളെ കാറ്റഗറിയിൽ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടായിരുന്നില്ല, ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരൊരു ഫൈനൽ ഡിക്ലറേഷൻ പറയുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ലെറ്റർ നമുക്ക് അയച്ചു തരും അവർ, നിങ്ങളെ ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേ സ്ഥലത്താണ് ഇതിൻ്റെ സെറിമണീസ് നടക്കുക, പല രാജ്യത്തിൻ്റെ പല സ്ഥലത്ത് നടക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ ഡൽഹിയിൽ വെച്ചിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്, എവിടെയാണ് അറ്റൻഡ് ചെയ്യാൻ നല്ലതെന്ന് വെച്ചപ്പോൾ എനിക്ക് ഈസി, ഞാനെന്താ നാട്ടിൽ വരാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ അത് ഡൽഹിയിലുള്ള പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ചിട്ട് അവിടുത്തെ വൈസ് ചാൻസലർ ഉണ്ട് ആ യൂണിവേഴ്സിറ്റീൻ്റെ, അവിടുത്തെ വൈസ് ചാൻസലറും പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ്. പിന്നെ അവിടുത്തെ കുറേ ഗസ്റ്റുകളുണ്ടായിരുന്നു ഡൽഹിയിൽ. അവിടെ പിന്നെ ഉള്ള ആൾക്കാർ, തമിഴ്നാടിൻ്റെ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, പിന്നെ അവിടെ കുറേ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നമുക്കിത് ഓണർ ചെയ്യുന്നത്, ഈ അവാർഡ്. സ്കൗട്ടിലൂടെ വളർന്ന് സ്കൗട്ടിൻ്റെ ഉന്നതങ്ങളിൽ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഈ സ്കൗട്ടിലൂടെ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് യുഗമാണ്. ഇപ്പോൾ ഞാനൊക്കെ ഒരു 80s കിഡാണ്. അപ്പോൾ നമ്മൾ വളർന്ന സമയത്ത് നമ്മൾ പുഴയിൽ ചാടാൻ പോവും, കളിക്കാൻ പോവും ഒക്കെ ചെയ്യും. ഇപ്പോൾ എൻ്റെ മക്കളടക്കം. അപ്പോൾ അവരൊക്കെ ഒരു ഇലക്ട്രോണിക് യുഗത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊരു വിഷനൊന്നും ഉണ്ടാവില്ല, അവരങ്ങനെ പോകും, ഒരു പാതയിൽ പോവും, അങ്ങനെയുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു വിഷൻ തന്നെ എന്താ വെച്ചാൽ അവരെ ലൈഫ് സ്കില്ലിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടി രാവിലെ എണീറ്റ് കിടന്നുറങ്ങുന്നതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പ്ലേ സ്റ്റേഷന് പകരം ആ ഒരു കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത്, രാവിലെ എണീറ്റ് പല്ല് തേക്കൽ കൊടുത്തിട്ട് അവൻ്റെ യൂണിഫോം അയൺ ചെയ്ത് യൂണിഫോം ഇട്ട് അവൻ ഭക്ഷണം കഴിച്ച് ആ പ്ലേറ്റ് കൊണ്ടുപോയി അവൻ കഴുകി വെച്ചിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്ന് അവൻ്റെ കാര്യങ്ങൾ അവൻ സ്വന്തമായിട്ട് ചെയ്തിരിക്കണം. വേറൊരാളുടെ സഹായമില്ലാതെ അവൻ്റെ ലൈഫ് അവൻ സ്വന്തമായിട്ട് മുന്നോട്ട് പോയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമ്മൾ വീടാണ്, വീടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരാളൊരു സഹായമില്ലാതെ അവൻ്റെ കാര്യം വീടിൻ്റെ പുറത്ത് അവൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവന് സ്വന്തമായിട്ടൊരു ട്രെയിനിൽ കയറി ആ ഡെസ്റ്റിനേഷനിലെത്തി അവിടെ ചെന്ന് അത് അന്വേഷിച്ച് സംസാരിച്ച് അവരോട് ചോദിച്ചറിഞ്ഞ് അവിടെ എത്താനുള്ളൊരു കപ്പാസിറ്റി വേണം. അപ്പോൾ നമ്മൾ സ്കൗട്ടിങ്ങിൽ ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെയാണ് അവൻ്റെ ലൈഫ് സ്കില്ല് അവനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ, 100 കുട്ടികളെടുത്ത് ചിലപ്പോൾ 90 കുട്ടികൾക്കും ആദ്യമായിട്ടായിരിക്കും ഒരു പ്ലേറ്റ് വാഷ് ചെയ്യുന്ന അറിയാം. പക്ഷേ 7 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാലോ, എന്ത് പരിപാടി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. ഒരേ പരിപാടി, നിങ്ങൾ ചെരുപ്പ് രാവിലെ ഇടുന്നത് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി അവിടെ പോയിട്ട് നിങ്ങൾ ചെരുപ്പ് കാലിൽ വന്നിരിക്കും, നമ്മളെ ഹാബിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്കൗട്ടിൽ കൃത്യമായിട്ട് നിങ്ങളൊരു സ്കൗട്ട് ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ 100% എൻ്റെ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളെ അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾക്ക് അവരൊരു സ്പെസിഫിക് ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുതന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കണം, അതുതന്നെയാണ് ഇതിൻ്റെ ട്രെയിനിങ് മൊഡ്യൂളും. അപ്പോൾ അത് ലോക്കലി പറയും, നിങ്ങൾ കണ്ട സ്കൗട്ടിൽ ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ മറ്റേ അറ്റൻഷനും സാനിറ്റൈസും നിർത്തുന്നതായിരിക്കും, അതല്ല സ്കൗട്ടിങ്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വിഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളെ അതിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് പറഞ്ഞു വന്നത്, ഒന്ന്, ഓരോ കുട്ടികളും സ്വയം പര്യാപ്തരാകുന്നു, അതെ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരുമാകുന്നു. അതിനുള്ള ഒരുക്കമാണ് സ്കൗട്ടിലൂടെ നടത്തുന്നത്. ഓരോ വ്യക്തിയിലും അത് അവരെ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻബോണായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ നാട്ടിലെ രക്ഷകർത്താക്കളോട് കുട്ടികളോട് പറയാനുള്ളത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അറിയില്ല, ഇപ്പോൾ പൊതുവേ ഞാൻ ഒന്നായിട്ട് പറയില്ല, നമ്മളെ ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. നമ്മുടെ
കുട്ടികളൊക്കെ പുറത്തുനിന്നുള്ള കുട്ടികളാണ്. അതായത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള കുട്ടികളാണ് നമ്മളെ കുട്ടികളുണ്ടാകും. ടീച്ചേഴ്സൊക്കെ അങ്ങനെ ആയിരിക്കും. പൊതുവേ നമ്മൾ വേറെ രാജ്യത്തായതുകൊണ്ട് ഇതായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും അവരോട് അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ലഹരി ഉണ്ടാകണം ജീവിതത്തിൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ ലഹരി തന്നെ സിഗരറ്റും കള്ള് അതിലേക്കും. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ പാഷനാണ് നമ്മളെ ലഹരി. അല്ലാതെ കുടിക്കുന്ന കല്ലോ വലിക്കുന്ന സിഗരറ്റോ ഒന്നുമല്ല നമ്മളെ ലഹരി. ഇപ്പം എൻ്റെ ലഹരി എൻ്റെ സ്കൗട്ടിങ് ആയിരുന്നു. ഞാൻ അതിൻ്റെ എക്സ്ട്രീമലി അതറിയാം, മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന് പറഞ്ഞ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ സുപ്രീം ലീഡർ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ലഹരിയാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ലഹരി പഠിപ്പിക്കേണ്ടത് അവരെ പുറത്ത് വിട്ട് ഫുട്ബോൾ കളിപ്പിക്കാൻ, സ്കൗട്ടിങ്ങിന് വിടാൻ, NSSന് വിടാൻ, അവർക്ക് ആഗ്രഹമുള്ള സ്പോർട്സ് ആൻഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് വരയ്ക്കാൻ, ഇത്തരം ലഹരികളിലൂടെ വേണം നിങ്ങളെ കുട്ടികളെ നിങ്ങളെ കരിയർ കൊണ്ടുപോകാൻ. മറ്റേതൊക്കെ സ്പോണ്ടേനിയസ് ആണ്. അവന് പഠിച്ചോളും, അവന് വളർന്നോളും, അതൊക്കെ ചെയ്തോളും, അവന് ഭക്ഷണം കഴിച്ചോളും ചെയ്തു. പക്ഷേ അവർക്ക് എന്തായാലും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരേതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിൻ്റെ ലഹരി കൂടെ കയറ്റി വിടണം. അപ്പോൾ എൻ്റെ മോന് ഫുട്ബോളിന് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ മാക്സിമം അവന് ഫുട്ബോളുമായിട്ട് റിലേറ്റഡായ കാര്യത്തിൽ കൂടെ കയറ്റും. അപ്പോൾ അവൻ്റെ വിഷം മൊത്തം അതായിരിക്കും. ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളെ മക്കളെപ്പോഴും അപ്പോൾ നിങ്ങളെ കുട്ടികളെപ്പോഴും, അത് കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു പാഷൻ വേണം. അത് നിങ്ങളെ പഠിത്തമൊക്കെ, അത് നിങ്ങളെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കും. അതല്ലാത്ത രീതിക്ക് നിങ്ങൾക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തായാലും വേണം. അപ്പോൾ ഞാനത് സ്കൗട്ടിങ് ചൂസ് ചെയ്തിട്ട്, ചിലപ്പോൾ എല്ലാവർക്കും സ്കൗട്ടിങ് വേണമെന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് നിങ്ങൾ ചൂസ് ചെയ്യുക, അതിൽ കൂടെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പൗലോ കൊയ്ലോൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ ദ ആൽക്കെമിസ്റ്റ്. അതിൽ പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യത്തിന് അത്രത്തോളം ആഗ്രഹിച്ചാൽ ഈ ലോകം മൊത്തം നിങ്ങളെ കൂടെ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഇത്രത്തോളം ആഗ്രഹിച്ചു, ലോകം മൊത്തം എൻ്റെ കൂടെ നിന്നു, ഞാനതിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്തി. അതുപോലെ നിങ്ങളെ മക്കൾക്കും ഇതേപോലെ എത്താം. അപ്പോൾ നിങ്ങളെത്ര സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളും നിങ്ങളെ മക്കളെ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും അവർക്കത് എത്താം. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ എത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് എത്താവുന്നുള്ളൂ. കരുവാരകുണ്ടിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പടവുകൾ ചവിട്ടിക്കേറിപ്പോയ ഡോക്ടർ ഷമീർ ബാബു കരുവാരകുണ്ടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയുമെല്ലാം അഭിമാനത്തോടു കൂടി നമ്മോട് സംസാരിച്ചു. അവരിൽ നിന്നുണ്ടായ പ്രചോദനങ്ങളും ആ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പറയും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാദർ ചെട്ടിയൻ തൊടിക സെയ്തലവി പാപ്പുഞ്ഞു എന്ന് പറയും, ഒരു ടൈലറായിരുന്നു. പുള്ളി സൗദിയിലാണ്, വർഷങ്ങളായിട്ട് സൗദിയിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ ജമീല ഹൗസ് വൈഫായിട്ട് നിൽക്കുന്നു. ഭാര്യയുണ്ട് ഷിഫ, മകൻ ലാസിം 3ാം ക്ലാസ് പഠിക്കുന്നു. മകള് ലിബ ഷമീർ കരുവാരകുണ്ട് ഹൈസ്കൂളിൽ എൻ്റെ സ്വന്തം സ്കൂളിൽ 9ാം തരത്തിൽ പഠിക്കുന്നു. അപ്പോൾ ഇതിലൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായതോരാതെ കരുവാരകുണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ സുഹൃത്തുക്കളോട്. അത് സുഹൃത്തുക്കളെന്ന് ഉദ്ദേശിച്ചത് ഇൻ്റർനാഷണലി. അപ്പോൾ ഈവൻ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു അതിശോക്തിയാണെങ്കിൽ പോലും, അപ്പോൾ എൻ്റെ ഇൻ്റർനാഷണൽ സുഹൃത്തുക്കളുണ്ട്, US-ലും കാനഡയിലും അവിടെയൊക്കെ ഉള്ള ജപ്പാനിലൊക്കെ ഉള്ള സുഹൃത്തുക്കളുണ്ട്, ഓൺലൈൻ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ കരുവാരകുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുക്കും. അത് നമ്മുടെ വെള്ളച്ചാട്ടം, മാമ്പറ്റപ്പാലമൊക്കെ. അപ്പോൾ ഇവർക്ക് പ്രൊനൗൺസിയേഷൻ അറിയില്ലെങ്കിലും ഇവർ കരുവാരകുണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ആദ്യം വന്ന കോൾ എനിക്കായിരിക്കും ചിലപ്പോൾ. കാരണം എൻ്റെ എത്ര ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചോ, ആർ യു സേഫ്, കരുവാരകുണ്ട് ഈസ് സേഫ് എന്ന് വെച്ച്, കരുവാരകുണ്ട് ഈസ് സേഫ് എന്ന് വെച്ച് സ്പെസിഫിക്കലി വെച്ചത്. അപ്പോൾ കരുവാരകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു വേറൊരു വികാരമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ നാട്ടിലെത്തിയപ്പോൾ നമുക്കറിയാം, നാട്ടിലെത്തി ആദ്യം നമ്മൾ മുണ്ടിലേക്ക് മാറും, പിന്നെ കേക്കത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ സംഭവം. അപ്പോൾ കരുവാരകുണ്ട് അറിയാത്ത എൻ്റെ സുഹൃത്തുക്കൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നിങ്ങൾക്കറിയില്ലെങ്കിലും കരുവാരകുണ്ട് വേറൊരു സ്ഥലത്ത് ഫേമസ് ആണ്. സ്കൗട്ടിങ്ങിൽ ഇൻ്റർനാഷണലി കരുവാരകുണ്ട് ഒരു ഫേമസ് ആണ്. അത് ഞാൻ കാരണമല്ല, നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ കുറേ കഥാപാത്രങ്ങൾ, അതിൽ ഉമ്മച്ചേട്ടൻ അതിലൊരു വൻ കഥാപാത്രമാണ്. നമ്മൾ കുറേ ആൾക്കാരെ കുറിച്ച് പറയുമല്ലോ, കരുവാരകുണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ കവികൾ അല്ലെങ്കിൽ നമ്മളെ മാഷന്മാർ, അതല്ല എൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ, അവരെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയും. അപ്പോൾ എനിക്ക് കരുവാരകുണ്ട് എൻ്റെ ഹൃദയത്തിലാണ്. നമ്മൾ വന്ന് തിരിച്ചു വന്ന് ആദ്യം തരിശിൽ വരുന്നു, കരുവാരകുണ്ട് ഇറങ്ങുന്നു, പിന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കരുവാരകുണ്ട് മറന്നിട്ടുള്ളൊരു സ്കൗട്ടിങ്ങോ അതില്ലാതൊരു ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റോ നമുക്കില്ല. ഓരോ വ്യക്തിയെയും സ്വയം പര്യാപ്തരാക്കി പടുത്തുയർത്തുകയും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാക്കുകയും ചെയ്യുന്ന മഹത്തായ കർമ്മമാണ് സ്കൗട്ടിലൂടെ നടക്കുന്നത്. ആ വഴിത്താരയിലൂടെ ഒത്തിരിയേറെ ദൂരം സഞ്ചരിച്ച് കണ്ട സ്വപ്നങ്ങൾക്കെല്ലാം അപ്പുറത്തെ അത്യുന്നത പദവികൾ കയ്യെത്തിപ്പിടിച്ച, അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച ഡോക്ടർ ഷമീറിന് നമ്മുടെ നാടിൻ്റെ, കരുവാരകുണ്ടിൻ്റെ പേരും പെരുമയും ലോകത്തിൻ്റെ നെറുകയിലേക്കുയർത്തിയ ഡോക്ടർ ഷമീർ ബാബുവിന് ഈ നാടിൻ്റെ സ്നേഹാദരം K-News സമർപ്പിക്കുന്നു. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ്
ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി സ്മാർട്ട് അബാക്കസ് 9447164411.